നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന തെളിയിക്കാൻ SITക്ക് കഴിയാത്തതിനാലാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതെന്ന് വ്യക്തമാകുന്നതാണ് കോടതിയുടെ ജാമ്യ ഉത്തരവ്. തന്ത്രിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ രേഖകൾ ഗൂഢാലോചനയ്ക്കുള്ള തെളിവുകളായി കോടതി പരിഗണിച്ചതുമില്ല. ഇതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ജാമ്യത്തിലിറങ്ങുന്ന ആറാമത്തെ വ്യക്തിയാണ് തന്ത്രി കണ്ഠരര് രാജീവർ. ജയിലിൽ അടച്ചതല്ലാതെ പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനും ഹാജരാക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കേസ് അന്വേഷണത്തിൽ SITക്ക് ദിശ തെറ്റിയോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നീ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു. സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി, നിരീക്ഷകനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഒപ്പം തന്നെ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവരാണ് ഇന്ന് എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ. തമ്പി സാർ, ഇപ്പോൾ ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, വായിച്ചെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: വെരി ഇമ്പോർട്ടൻ്റ്ലി, ദർ ഇസ് നത്തിങ് ഓൺ റെക്കോർഡ് ഫോർ ദ മാറ്റർ, നോട്ട് ഈവൻ എൻ അയോട്ട ഓഫ് എവിഡൻസ് ഫ്രം ദ സൈഡ് ഓഫ് ദ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു എസ്റ്റാബ്ലിഷ് എനി പോസിറ്റീവ് ഇൻവോൾവ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ പെറ്റീഷണർ ഇൻ ദ അലജ്ഡ് ഇറഗുലാരിറ്റീസ്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇതിലെ ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം, സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ അനുജ്ഞ നൽകിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ തുടർന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കി, അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായി, ഇങ്ങനെ തുടങ്ങി FIR-ൽ തന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ട, ചാർത്തപ്പെട്ട ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ തെളിവുകളോടെ കോടതി സമക്ഷം ബോധ്യപ്പെടുത്താൻ SITക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈ ജാമ്യം നൽകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ജാമ്യ ഉത്തരവിൽ. SIT അന്വേഷണത്തിലെ പാകപ്പിഴകളുടെ സൂചനകളാണോ ഇത്? അല്ല, ഇതിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം ഈ കേസിൽ കുറേയേറെ പ്രതികൾക്ക് ജാമ്യം കിട്ടി. ആ പ്രതികൾക്ക് ജാമ്യം കിട്ടിയതും ഈ ജാമ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു, അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായാലും ശരി, നേരത്തെ ജാമ്യം കിട്ടിയ മുരാരി ബാബുവിനായാലും ശരി, മറ്റ് പ്രതികൾക്കായാലും ശരി, അവർക്ക് ജാമ്യം കിട്ടിയത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. അതായത് 90 ദിവസത്തിനുള്ളിൽ അവർക്കെതിരെ കുറ്റപത്രം കൊടുക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട്, നിയമാനുസരണം അവർക്കുള്ള ഒരു അവകാശമാണ് ജാമ്യം എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. എന്നാൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്ന തന്ത്രിയുടെ കാര്യത്തിൽ അതല്ല സ്ഥിതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തന്ത്രിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് വിജിലൻസ് കോടതി 41 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, മറ്റൊരു പ്രതികൾക്കെല്ലാം 90 ദിവസത്തിന് ശേഷം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്ന അവസ്ഥയുണ്ടായപ്പോൾ ഈ കേസിലെ പ്രതിക്ക്, ഈ തന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 41 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ജാമ്യം മെറിറ്റിൽ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് വിജിലൻസ് കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് എന്നുള്ള കാര്യം നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഇന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ പറയുന്ന തന്ത്രിയെ ഈ കേസിൽ പ്രധാനമായും പ്രതിയാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ആയിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. കാരണം അതുകൊണ്ട് തന്നെ അയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും തന്ത്രിക്ക് ഈ പറയുന്ന ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് തെളിയിക്കാൻ പ്രഥമദൃഷ്ടിയ SITക്ക് ഇതുവരെ അവരെടുത്തിരിക്കുന്ന തെളിവുകളിൽ നിന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിഗമനം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് 3 മഹസറുകൾ, ഈ പറയുന്ന സാധനങ്ങൾ, ഉരുപ്പടികൾ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ആ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 മഹസറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ 3 മഹസറുകളിലും അദ്ദേഹം സിഗ്നേറ്ററി അല്ല, 3 മഹസറിലും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് തമ്പി സാർ. അതായത് 19/7/2019, പിന്നെ 20/7/2019, 18/5/2019. അതിൽ കോടതി തന്നെ പറയുന്നു, the mere signing of the first mahasar of 19/7/2019 by itself in the absence of any other incriminating circumstances is also not a ground to implicate the petitioner at this stage. Correct. Especially since the mahasar was prepared pursuant to the former decision of the board. എന്നാണ് പറഞ്ഞോളൂ.
അതെ അതെ. അപ്പോൾ ആ ഒറ്റ കാര്യം ഒഴിച്ചാൽ അദ്ദേഹത്തെ കണക്ട് ചെയ്യാനുള്ള ഒരു എവിഡൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മെറിറ്റിൽ പരിശോധിച്ച് ഈ കോടതി ജാമ്യം നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആസ് ഫാർ ആസ് ഈ പറയുന്ന തന്ത്രിയെ പ്രതിയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു എന്നുള്ളത് കൂടി കണക്കിലെടുത്താൽ SITക്ക് തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതുപോലെയുള്ള ഒരു വ്യക്തി, കാരണം ഒരു സാധാരണ വ്യക്തിയല്ല, തന്ത്രിയെ പോലെ അദ്ദേഹം ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളിലെ കുടുംബപരമായ പാരമ്പര്യ താഴമൺ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് തെളിവുകളായിരുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ? കാരണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തെളിവില്ലാതെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതിനൊക്കെ മറുപടി പറയേണ്ടി വരും നാളെ. കാരണം ഇനിയും തെളിവുകൾ ഇപ്പോൾ ഇതുകൊണ്ട് കേസ് അവസാനിക്കുന്നില്ല. ഇപ്പോൾ ചാർജ് ഷീറ്റ് കേസിൽ കൊടുത്തിട്ടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഒരു ബെയിൽ ആപ്ലിക്കേഷൻസ് പലപ്പോഴും പല വിധികളിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ ഒരു റോവിങ് എൻക്വയറി ഇൻ ഓർഡർ ടു ഫിഷിംഗ് ഔട്ട് ദ മെറ്റീരിയൽസ്, ഒരു കേസിൻ്റെ വിധി പറയുന്നത് പോലെ അതിൻ്റെ എവിഡൻസ് ഇഴകീറി പരിശോധിച്ചിട്ടൊരു വിധിന്യായം പറയുന്ന രീതി ബെയിൽ ആപ്ലിക്കേഷൻ്റെ രീതിയല്ല. എന്നാൽ പോലും പല ആസ്പെക്ട്സ് ഉണ്ട്. ബെയിൽ ആപ്ലിക്കേഷൻ പ്രധാനമായും കൺസിഡർ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ടത് ആ പ്രതി അബ്സ്കോണ്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ, അദ്ദേഹം ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. ഒപ്പം ഗ്രാവിറ്റി ഓഫ് ദി ഒഫൻസ്, അത് ആ സീരിയസ്നെസ് ഓഫ് ദി ഒഫൻസ്, അതെല്ലാം പരിശോധിക്കും. എന്നാൽ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ വിജിലൻസ് കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ കാര്യങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും തന്ത്രിയെ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ തന്നെ മതിയായ തെളിവുകളില്ലാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു വാദം ഉയർന്ന സ്ഥിതിക്ക് അത്തരത്തിൽ പ്രോസിക്യൂഷന് ഈ ബെയിൽ ആപ്ലിക്കേഷൻ്റെ വാദം ഉണ്ടായ അവസരത്തിൽ അത്തരത്തിൽ തന്ത്രി അറസ്റ്റ് ചെയ്തതിന് ഉപോത്ബലകമായി തെളിവുകളുണ്ട് എന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 41 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു കേസിൽ 90 ഡേയ്സാണ് ഡിഫാൾട്ട് ബെയിലിൻ്റെ കാലാവധി എന്നിരിക്കെ 41 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടി എന്നുള്ളത് വസ്തുത കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ഈ ചർച്ചയിൽ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപേ നമ്മൾ മുൻപ് നടത്തിയ ചർച്ചയിലേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. അന്ന് ഞാൻ അഡ്മിറ്റ് ആ സമയത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വാദമുണ്ട്, താങ്കൾ ഉന്നയിച്ചൊരു വാദമുണ്ട്. ഇപ്പോൾ തന്ത്രിയെ ഇതിലെ ഈ കേസുമായി ബന്ധപ്പെടുത്തുന്ന എന്ത് തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത്, ഇതെങ്ങനെയാണ് കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് താങ്കൾ ആ ചർച്ചയിൽ അവതരിപ്പിച്ചു. ഇന്നിപ്പോൾ ഈ ജാമ്യ ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ പറയുന്നതും ഇതിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്താവുന്നതോ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് തെളിയിക്കാവുന്നതോ ഈ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതോ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിലോ ഒന്നും തന്ത്രിയുടെ കുറ്റകരമായ ഇടപെടൽ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റ് കൊണ്ട് SIT എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ശ്രീ ഗോപികൃഷ്ണൻ ആദ്യം തന്നെ മുമ്പ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അങ്ങ് അക്നോളജ് ചെയ്ത് അങ്ങയുടെ നന്മയാണ്. ആ നന്മയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. ഇത് തന്ത്രിയെക്കുറിച്ച് SIT ഇറക്കിയ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തൊരു വാർത്തയാണ്. ദൂരെ നിന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല. തന്ത്രിക്ക് നേരിട്ട് പങ്ക്, ദ്വാരപാലക ശില്പ കേസിലും കട്ടിള കേസിലും തന്ത്രി നേരിട്ട് പങ്ക് കൊള്ള ഭാഗികമായി സമ്മതിച്ചു. നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും കൊടുത്ത വാർത്തകളിലൊന്നാണ്. ഇത്തരം കാര്യങ്ങളടക്കം SIT ചോർത്തി നമ്മുടെ മീഡിയയെ കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങൾ മീഡിയക്കാരെ മനസ്സിലാക്കണം. നിങ്ങൾ മീഡിയക്കാരെ പറ്റിക്കാൻ കൂടി വേണ്ടിയാണ്. അവിടെ ഇരിക്കുന്ന പോലീസുകാർ, SITക്കാർ നിങ്ങൾ മീഡിയക്കാരെ ദുരുപയോഗം ചെയ്ത് അവരുടെ നറേറ്റീവിന് സ്വീകാര്യത കിട്ടാനും അവരുടെ കേസിന് ശക്തി കിട്ടാനും മുഖ്യധാരാ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ശബരിമല തന്ത്രി ഭാഗികമായി കുറ്റം സമ്മതിച്ചു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ട് വാർത്ത കൊടുപ്പിക്കുന്നത് SITയുടെ ബാഡ് ഇൻറ്റന്റ് ആണ്, മാലിഫൈഡ് ഇൻറ്റന്റ് ആണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യം, SITക്ക് ദിശ തെറ്റിയോ എന്ന്. 100% SITക്ക് ദിശ തെറ്റിയിട്ടില്ല. SIT ഉദ്ദേശിച്ച ദിശയിൽ തന്നെയാണ് പോകുന്നത്. അതായത് SIT ഉദ്ദേശിച്ച ദിശ, SIT ചിലപ്പോൾ ഒക്കെ PIT ആയി മാറും, പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറും. ആ PITയുടെ ഭാഗമായി CPMനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ മുനയൊടിക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ ഭാഗത്തുള്ള തന്ത്രിയെ കൂടെ കൊടുക്കണം. അതുകൊണ്ട് SITയുടെ ഉദ്ദേശം വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഞാൻ അടക്കമുള്ളവർ അന്ന് പറഞ്ഞ 2 വാദഗതികളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ റൈറ്റ് ഉള്ളൂ, അവകാശവും റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. 2, ശബരിമല തന്ത്രി എങ്ങനെയാണ് അവിടെ നിന്ന് 2025
ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി അറിയുന്നത്? ദേവന്റെ അനുമതി വാങ്ങിയില്ല, ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ് SIT ഇതിൽ അറസ്റ്റിലേക്ക് ഗ്രൗണ്ട് കൊണ്ടുവരുന്നത്. പിന്നീട് ഞാൻ അടക്കം ഒന്ന് പകച്ചുപോയി. SIT-കാർ വാജിവാഹനത്തിന്റെ കള്ളക്കഥയുമായി വന്നപ്പോൾ എൻ്റെ സുഹൃത്തും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീജിത്ത് പണിക്കരാണ് ആ വാജിവാഹനത്തിന്റെ കഥ അന്വേഷണ ഏജൻസികൾ, SIT മാത്രമല്ല വ്യത്യസ്ത അന്വേഷണ ഏജൻസികളും വ്യത്യസ്ത മാധ്യമങ്ങളും കൊണ്ടുവന്ന ആ കള്ളക്കഥ പൊളിച്ചത്. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി 5ാം ഇടക്കാല റിപ്പോർട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ കുറുപ്പ് സാറ് കൊടുത്തതിന് ശേഷം തന്ത്രിക്ക് കൊടുത്തുവിട്ട വാജിവാഹനമാണ്. പക്ഷേ തന്ത്രിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വാജിവാഹനത്തിന്റെ കഥ, ആ വാജിവാഹനത്തിന് 500 കോടി രൂപയായിരുന്ന കഥ, 2.5 കോടി രൂപ തന്ത്രി ഒരു സ്ഥാപനത്തിലിട്ട് ആ സ്ഥാപനം പൊട്ടിപ്പോയിട്ട് തന്ത്രി പരാതി കൊടുത്തില്ല എന്ന കള്ളക്കഥ അടക്കം വന്നു. അവസാനം ആ സ്ഥാപനത്തിലെ ആൾക്കാർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അങ്ങനെ തന്ത്രിയുടെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്ന്. അപ്പൊ SIT-കാർ CPM-ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനായി, CPM-ന് നേരെ ഉയർന്നു വരുന്ന വാദഗതികളുടെ മുനയൊടിക്കാനായി, തന്ത്രിയും ഉണ്ട് എന്ന ധാരണ ജനിപ്പിക്കാനായി ഒരു പൊളിറ്റിക്കൽ ഗെയിം SIT കളിച്ചതാണ്. എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ, നമ്മുടെ ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖ ജഡ്ജിമാരായ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും ഇത്തരം കാര്യങ്ങൾ കാണണം. 41 ദിവസം തന്ത്രി കടന്നു. അതായത് നമ്പിനാരായണൻ സാർ എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ 50 ദിവസം ഒരു കള്ളക്കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം അയോട്ട് ഓഫ് എവിഡൻസ് പോലും ഇല്ലാതെ, എൻ്റെ വാക്കുകളല്ല, ശ്രീ ഗോപീഷ് അറിയാം, കോടതി വിധിയിലെ വാക്കുകളാണ്, അയോട്ട് ഓഫ് എവിഡൻസ് പോലും ഇല്ലാതെ തന്ത്രി 41 ദിവസം ജയിലിൽ കിടന്നു. കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും ഇത് ഓർത്തിരിക്കണം. ഞാനൊരു ഗാന്ധിയനാണ്, മതസൗഹാർദ്ദവാദിയാണ്, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവനാണ്. പക്ഷേ ഏറ്റവും വിനയത്തോടെ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യൻ ജനവിശ്വാസത്തിന്റെ വിഭാഗത്തിലെ പുരോഹിതനെ ഇതേപോലെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യുമോ സർക്കാർ? അപ്പോൾ ഹിന്ദു വിശ്വാസങ്ങളുടെ മേൽ കുതിര കയറാൻ ഒരു എളുപ്പമുള്ള സ്പേസ് ഉണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി യുവതീ പ്രവേശനത്തിന് വേണ്ടി എടുത്ത നിലപാട് ശക്തമായി എതിർത്ത വ്യക്തിയാണ് കണ്ഠര് രാജീവര്. കണ്ഠര് രാജീവര് പറഞ്ഞു, ഇവിടെ യുവതികളെ കയറ്റിയാൽ ഞാൻ നട അടച്ചിട്ട് പോകുമെന്ന്. അന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്ത്രിയുടെ കോന്താലയിലല്ല അതിന്റെ കീ എന്നുള്ളത്. എന്തായാലും അതിന്റെ റിസൾട്ട് ഒക്കെ ഇപ്പോൾ CPM-കാർ മനസ്സിലാക്കി കാണും, ഏത് ഭാഗത്താണ് ന്യായം ശരിയെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കാണും. അപ്പോൾ ഹിന്ദു വിശ്വാസത്തെ, അയ്യപ്പ വിശ്വാസത്തെ, നമ്മുടെ ബഹുസ്വര പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമായ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ കള്ളക്കേസിൽ CPM സർക്കാർ കുടുക്കിയെന്ന് ചരിത്രവും കാലവും വിധി എഴുതും. യുവതി പ്രവേശനം ചെയ്തതിന് ശേഷം കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞതുപോലെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ CPM-നും ശ്രീ പിണറായി വിജയനും ഇടത് സർക്കാരുകൾക്കും വരുന്ന കാലത്തെ പാർട്ടിക്കും ഇതിന് മാപ്പ് പറയേണ്ടി വരും. എഴുതി വെച്ചോളൂ. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇതുവരെ ഈ കേസിന്റെ പുരോഗതിയും ഇതിന്റെ പോക്കും പരിശോധിച്ചാൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യത്തിൽ പുറത്ത്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പുറത്ത്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ പുറത്ത്, പിന്നെ ഈ N വാസു, അതേപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ, ഇങ്ങനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. സ്വാഭാവിക ജാമ്യം കിട്ടിയവരുടെ പട്ടികയിലല്ല ഇവിടെ തന്ത്രി കണ്ഠര് രാജീവരുള്ളത്. കണ്ഠര് രാജീവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് കോടതി കൃത്യമായ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ ഒരു തരിമ്പ് തെളിവ് പോലും പ്രോസിക്യൂഷന് കോടതിക്ക് മുൻപേ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ SIT തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് തന്ത്രിയുടെ അനുജ്ഞയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള കാരണം എന്നായിരുന്നു. മാത്രമല്ല പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രിയാണ് എന്നായിരുന്നു. അതിനും പുറമെ തന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും പല പേരുകളിൽ അവർക്ക് ആദായ നികുതി അറിയാത്ത അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും അതിലൂടെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുമൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ രേഖകൾ ഹാജരാക്കുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്നൊരു നിലപാട് SIT സ്വീകരിച്ചിരുന്നു. ഇതൊന്നും തന്നെ കോടതി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത് തന്ത്രിയുടെ കാര്യത്തിൽ തെളിവുകളുടെ അഭാവമാണ് കോടതി കാര്യമായി പറയുന്നതെങ്കിൽ, മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാവുന്ന തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാതെ അവിടെയും വെച്ച് താമസിപ്പിക്കലുണ്ടായിരിക്കുന്നു. ദിശ തെറ്റിപ്പോയ ഒരു അന്വേഷണത്തിൽ നേരിടുന്ന പ്രതിസന്ധികളാണോ നമ്മൾ ഈ കാണുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും. കാരണം ഈ ഒരു അന്വേഷണം തുടങ്ങി അതിൻ്റെ ആദ്യത്തെ നിരവധി ആഴ്ചകളിൽ പൂർണ്ണമായിട്ടും ഈ അന്വേഷണത്തിനെ പിന്തുണച്ചിരുന്ന ഒരാളാണ് ഞാൻ. SIT ശരിയായ രീതിയിൽ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നയാളാണ് ഞാൻ. പക്ഷേ ഏതൊരു ഘട്ടത്തിലാണോ ഭണ്ഡാരിയിൽ നിന്നും ഗോവർദ്ധനിൽ നിന്നും കുറച്ച് സ്വർണം SIT റിക്കവർ ചെയ്തത്, ആ ഘട്ടം മുതൽ അവരുടെ ഇന്റൻഷൻസിനെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു. അന്നത്തെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിരുന്നത് SIT ഈ സ്വർണം റിക്കവർ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഇത് ശബരിമലയിൽ നിന്ന് തട്ടിയ സ്വർണമല്ല, മറിച്ച് അതിന് തുല്യമായ അളവിലുള്ള സ്വർണമാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്താതെ അവർ സ്വമേധയാ കൊണ്ടുവന്നാണ് ഈ സ്വർണം തന്നിരുന്നത് എന്ന് പറഞ്ഞിരുന്നു. തൊണ്ടിയല്ലാത്ത സ്വർണം എന്തിനാണ് SIT കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്നു മുതൽ SITയെ തള്ളി പറഞ്ഞത്.
അന്നത്തെ ചർച്ചയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞത് തന്നെ ഈ തൊണ്ടി മുതലായിട്ട് എടുത്തിരിക്കുന്ന സ്വർണം ഈ കേസിലെ എസ്കത്തിയാണ് എന്നാണ്. നമുക്കറിയാം എസ്കത്തി എങ്ങനെയാണ് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായത് എന്ന് നമുക്കറിയാം. അതേപോലെയുള്ള എസ്കത്തി നിർമ്മാണമാണ് SIT നടത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അതേപോലെ പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞിരുന്നു, അറസ്റ്റ് ചെയ്യാനായിട്ട് മതിയായ കാരണമില്ല. ഈ കേസിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന്. താങ്കൾ പറഞ്ഞതുപോലെ പോറ്റി എവിടെ എത്തിച്ചു എന്ന് പറയുന്നു, അനുജ്ഞ കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇത് അവിടെ നിന്ന് പാളികളൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അതുവഴി മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞു. പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ശ്രീരാംപുരയിൽ ഉണ്ടായിരുന്നു, ശ്രീരാംപുരയിൽ നിന്ന് ഇവർ ഒരേ സമയത്ത് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്, അവിടെ നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ബെയിൽ ആപ്ലിക്കേഷൻ പരിശോധിച്ചാൽ അതിൽ ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നുണ്ട് അവിടെ 1997 മുതൽ 2003 വരെയുള്ള പീരീഡിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കീഴ്ശാന്തിയായിട്ട് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ശ്രീ രാജീവര് അവിടെ തന്ത്രിയായിട്ട് പ്രവർത്തിച്ചത് 2005 മുതൽ 2015 വരെയാണ്. അപ്പോൾ ഇവർ ഓവർലാപ്പിംഗ് പീരീഡിൽ ഒരേ സമയത്ത് അവിടെ പ്രവർത്തിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്ത്രം വേറെയാളാണ് താഴ്മൻ കുടുംബത്തിൽ നിന്ന് ചെയ്തിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനെ SITക്ക് മറികടക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ആദ്യം മുതൽ തന്നെ നമ്മുടെ ഒരു വാദം സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. തന്ത്രിക്ക് മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ആചാരം, പൂജ, ഈ കാര്യങ്ങളുടെ കസ്റ്റോഡിയൻ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഉരുപ്പടികളുടെ കാര്യത്തിലുള്ള റിപ്പയർ, മെയിൻ്റനൻസ്, അപ്കീപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡാണ്. ഒരിക്കലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന റോളല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യത്തിൽ തന്ത്രിയോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ അഭിപ്രായം ചോദിക്കുന്നത് തന്നെ രേഖാമൂലമായിരിക്കണം. എഴുതി കൊടുത്ത് തന്ത്രിയുടെ അഭിപ്രായം എന്താണ് എന്ന് ആരാഞ്ഞിട്ട് മറുപടി വാങ്ങുകയാണ് വേണ്ടത്. അതല്ലാതെ ഒരു വിഷയത്തിലും അഭിപ്രായം പറയാനായിട്ടോ സൂപ്പർവൈസറി പവേഴ്സോ ഒന്നും തന്നെ തന്ത്രിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഈ ജാമ്യ ഉത്തരവിൽ കൂടി അത് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കാരണം ദേവസ്വത്തിന്റെ മാനുവൽ കോട്ട് ചെയ്തിട്ടാണെങ്കിലും എസ് ഉണ്ണികൃഷ്ണൻ വേഴ്സസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ള ഹൈക്കോടതിന്റെ ജഡ്ജ്മെന്റ് നോക്കിയിട്ടാണെങ്കിലും ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, തന്ത്രിക്ക് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവർ 0 ഫൈനാൻഷ്യൽ കൺട്രോൾ 0, സൂപ്പർവൈസറി പവർ എന്ന് പറയുന്നത് 0. അപ്പൊ ഇവിടുത്തെ സൂപ്പർവൈസറി പവർ എന്നുള്ള ഒരു കാര്യത്തിലാണ് ശ്രീജിത്ത്, ഞാൻ ഒന്ന് ഇടപെടട്ടെ, താങ്കൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അതായത് 2 കേസുകളിലാണ് തന്ത്രി. ഒരു കേസിൽ 13-ാം പ്രതിയാണ്, മറ്റൊന്നിൽ 16-ാം പ്രതിയാണ്. അതെ, കട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിലാണ്. രണ്ടാമത്തെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അപഹരിച്ച കേസിൽ. ഈ 2 കാര്യങ്ങളിലും തന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രത്യേകം താങ്കൾ പറഞ്ഞതുപോലെ ഈ ജാമ്യ ഉത്തരവിൽ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ആർട്ടിഫാക്ട്സിന്റെ കാര്യം പറയുന്ന ഭാഗത്ത് പറയുന്നത് the two crimes, all the artifacts in the 2 crimes are artifacts outside the sacred inner premises of the sanctum sanctorum of the temple, though part of the Srikovil as coverings of structures of the Srikovil. പിന്നെ പറയുന്നു, his duties as tantris are confined to pujas, ceremonies and religious practices alone. The petitioner has absolutely no role to play regarding the repairs and maintenance and upkeep of valuable Tiruvabaranams of the Lord, for which there is an entire hierarchy of officials under the Travancore Devaswam manuals. ഒരു തരത്തിലും തന്ത്രി ഇതുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല എന്നാണ് കോടതി ഇതിൽ പറയുന്നത്. അപ്പോൾ പിന്നെ SIT ഇട്ടിരിക്കുന്ന FIR, SIT മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ, SIT ഇതിലെ മുഴുവൻ കാരണങ്ങൾക്കും ഉത്തരവാദിയായി തന്ത്രിയെ പ്രതിഷ്ഠിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച് SIT പറഞ്ഞ കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് SIT ഉന്നയിച്ച സംശയങ്ങൾ, ഇതൊക്കെ ആവിയായി പോയോ? തീർച്ചയായിട്ടും. കാരണം ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തന്ത്രിയുടെ ബെയിൽ ആപ്ലിക്കേഷനിൽ പോലും അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിരുന്നു. ആ സ്റ്റാൻഡ് എടുത്തിരുന്ന സമയത്ത് അത് സർക്കാരിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, അത് തനിക്കെതിരെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു കാരണമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശബരിമലയിൽ ക്ഷേത്രം എല്ലാ ആചാരങ്ങളെയും മറികടന്നുകൊണ്ട് എല്ലാ സീസണിലും എല്ലാ സമയത്തും തുറന്നിരിക്കുക എന്നൊരു സജഷൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെയും താൻ എതിർത്തിരുന്നു. അങ്ങനെ സർക്കാരിന്റെ കണ്ണിലെ കരടായി എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം അവിടെ പ്രസന്റ് ചെയ്തത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, ഗൂഢാലോചന തെളിയിക്കുന്നത് പോട്ടെ, മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും 41 ദിവസം തന്ത്രിയെ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം ഇവരാരും തന്നെ ഒരു തരത്തിലുള്ള തെളിവും കൂടെ ശേഖരിച്ചില്ല. ഇതിനിടയ്ക്ക് നേരത്തെ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ വഴി ചില വ്യാജ വാർത്തകളൊക്കെ തള്ളിക്കയറ്റാനായിട്ട് ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് അവർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ പോലും രേഖാമൂലം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്. ഇവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരാളിന്റെ മൗനം എന്ന് പറയുന്നത് എപ്പോഴാണ് കുറ്റകരമാവുക? ഇവിടെ മൗനാനുവാദം കൊടുത്തു എന്നാണല്ലോ പറയുന്നത്. മൗനം എന്ന് പറയുന്നത് കുറ്റകരമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൗനം പാലിക്കുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു
കൺട്രോൾ ഉള്ള ഒരു സ്ഥലത്താണ്. അതായത് ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഡ്യൂട്ടി ബൗണ്ട് ആണ്, പക്ഷെ ഞാനത് ചെയ്യാതെ മൗനം പാലിച്ചെങ്കിൽ മാത്രമാണ് അത് ക്രിമിനൽ ഒഫൻസായി മാറുന്നത്. പക്ഷെ ഇവിടെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിന്റെ ഭരണ അനുമതിക്ക് മുകളിലുള്ള ഒരു തരത്തിലുള്ള സൂപ്പർവൈസറി പവറോ ജഡ്ജ്മെന്റ് റൈറ്റ്സോ ഇല്ല എന്ന് കോടതി വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പിന്നീട് ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആർഗ്യുമെന്റ് സേക്കിന് പറയാം, ശരി ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് തന്ത്രി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളിനെ നമ്മുടെ നിയമത്തിൽ വിളിക്കുന്നത് വിസിൽ ബ്ലോവർ എന്നാണ്. അതായത് തന്ത്രി വിസിൽ ബ്ലോവർ ആയില്ല എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് ചുമത്തുക എന്ന് വെച്ചാൽ വിസിൽ ബ്ലോവേഴ്സിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ വിസിൽ ബ്ലോവർ ആകുന്നത് ബൈ ചോയ്സ് ആണ്, അല്ലാതെ ബൈ ലോ അല്ല ചെയ്യുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യമാണ്, ഇവിടെ തന്ത്രിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ മറ്റുള്ള മഹസറുകളിൽ ഒപ്പിടണമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്ന മഹസറിൽ തന്നെ എഴുതിയിരിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം ചോദിച്ചിരിക്കുന്ന സമയത്ത് എഴുതിയിരിക്കുന്ന എന്താണ്, ഇതെല്ലാം തന്നെ സ്വർണമാണ് എന്ന രീതിയിലത്തേക്കാണ്. അതിൽ ചെമ്പ് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന അഭിപ്രായം. രണ്ട് മഹസറിൽ ഒപ്പിടാതിരുന്നത് കൊണ്ട് തന്നെ ക്രിമിനൽ കോൺസ്പിറസി എന്ന SITയുടെ വാദം നിലനിൽക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. തീർച്ചയായിട്ടും, കാരണം അത് ഈ പ്രോസസ്സിനെ സ്മൂത്ത് ആക്കി എടുക്കണമായിരുന്നുവെങ്കിൽ ഇഫ് ഹി വേർ എ പാർട്ടി ടു ഇറ്റ് അദ്ദേഹം ചെയ്യേണ്ടത് അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ഇല്ല. തന്നെയുമല്ല, ഈ ഒരു കേസ് ഹൈക്കോടതി സ്വമേധയാ എടുക്കുന്നതിന് മുമ്പ് 2 വിജിലൻസ് എൻക്വയറി നടന്നിട്ടുണ്ട്. 2025 ഒക്ടോബർ മാസം 9-ാം തീയതിയും 10-ാം തീയതിയും നടന്നിരിക്കുന്ന 2 എൻക്വയറി ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് അതിൽ സത്യത്തിൽ ക്ലീൻ ചിറ്റുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് തന്ത്രിയാണ്. മറ്റുള്ള എല്ലാ ആൾക്കാരും ഇത് ചെമ്പ് പാളികളാണ് എന്ന് പറയുന്ന സമയത്ത് സ്വർണം ചേർന്നിരിക്കുന്ന കാര്യത്തിൽ ചെമ്പിനെ കൂടുതലായിട്ട് തെളിഞ്ഞു കാണുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ സത്യം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരാളിനെ അറസ്റ്റ് ചെയ്യുക, മൗനാനുവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊടുക്കാനായിട്ടുള്ള ഒരു പൊസിഷൻ ഓഫ് പവറിലുമല്ലാത്ത ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റ് റൈറ്റും ഇല്ലാത്ത ഒരു വ്യക്തിയെ അത് ചെയ്തില്ല എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഹിന്ദു വിശ്വാസത്തിന്റെ കൂടി കസ്റ്റോഡിയൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് കാണിക്കുന്ന തികഞ്ഞ അവഹേളനമാണ്. അപ്പൊ അവിടെയാണ് SIT എന്തിനത് ചെയ്യുന്നു, രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തന്ത്രിയുടെ ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പ്രേരിതമാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട സർക്കാർ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു തടസ്സമായി താൻ നിന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്ന വാദത്തിന് കൂടുതൽ ബലം കിട്ടുന്നത് ഈ സാഹചര്യത്തിലാണെന്നാണ് ശ്രീ ഗോപികൃഷ്ണൻ ഞാൻ കരുതുന്നത്. ശരി, കാരശ്ശേരി മാഷെ, ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ യുവതീ പ്രവേശന വിഷയമായാലും ശബരിമലയിലെ സ്വർണം അപഹരിച്ച സംഭവമാണെങ്കിലും ഒക്കെ അതൊരു വിശ്വാസ പ്രശ്നം മാത്രമല്ല. കേരളത്തിൻ്റെ ഒരു ഫാബ്രിക് നോക്കിക്കഴിഞ്ഞാൽ ശബരിമല എന്ന് പറയുന്നത് ഒരു മതേതരത്വ സങ്കല്പത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ്. ആ തരത്തിലുള്ളൊരു ആരാധനാലയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വാസ പ്രശ്നം മാത്രമല്ല, കേരളത്തിൽ അതൊരു വലിയ രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയിരിക്കുന്നു. സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ നടുക്കത്തോടു കൂടിയാണ് ശബരിമലയിൽ ഇങ്ങനെ ഒരു സ്വർണ്ണ അപഹരണം നടന്ന സംഭവങ്ങളെ നോക്കിക്കണ്ടത്. അവിടെ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ പൊതുവിൽ എല്ലാവരും തന്നെ ധരിക്കുന്നത് അത് വളരെ നീതിപൂർവ്വം മുന്നോട്ട് പോകുന്നു, യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ പാർട്ടിയുടെ തന്നെ ഉന്നതരായിട്ടുള്ള വ്യക്തികളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം വന്നപ്പോൾ ഇനി സംശയിക്കാനില്ല, യഥാർത്ഥ പ്രതികളിലേക്ക് ഈ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അവിടെയാണ് തന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, തന്ത്രിയെ ജാമ്യത്തിൽ വിടുമ്പോൾ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നതും. മാത്രമല്ല ഇപ്പോഴും ഈ മോഷ്ടിച്ച സ്വർണം എവിടെ പോയി, എന്ത് ചെയ്തു, ആരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ എന്ന കാര്യങ്ങളിൽ അവ്യക്തത തുടരുന്നതും ഒരു കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതും ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന എക്സർസൈസുകളാണ് എന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ നിറയുകയാണ്. ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ കാരശ്ശേരി മാഷ് എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്ത്രി പുറത്തിറങ്ങിയ സാഹചര്യം ഉൾപ്പെടെ. ഗോപികൃഷ്ണൻ, ഇതിലിപ്പോൾ സ്വർണം മോഷ്ടിക്കുക എന്ന് പറയുന്നത് അത് വ്യക്തിയുടേതാണെങ്കിലും ഒരു അമ്പലത്തിൻ്റെ ആണെങ്കിലും വേറെ ഒരു സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും ഒക്കെ കള്ളത്തരമാണല്ലോ. കട്ടു എന്നാണ് കേസ്, കളവ് കേസാണ്. അപ്പോൾ അതിൽ നമ്മൾ വിശ്വാസം ഒക്കെ രണ്ടാമത് വരുന്നതാണ്. ആദ്യം വരുന്നത് കളവ് പോയി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘം വെച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോടതി പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പ്രത്യേക അന്വേഷണ സംഘം SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനുള്ളൊക്കെ കേരള പോലീസാണ്. അപ്പോൾ അതിൽ വന്ന ഒരു വലിയ പ്രശ്നം അവരുടെ കാര്യപ്രാപ്തി ഇല്ലായ്മ അല്ലെങ്കിൽ ഉദാസീനത, നമ്മൾ ഉഴപ്പ് എന്ന് പറയുമല്ലോ, ഇൻഡിഫറൻസ്, അത് ബോധപൂർവമാണ് എന്ന് വിചാരിക്കാനാണ് ന്യായം. കാരണം തന്ത്രിക്ക് മുമ്പേ പുറത്തിറങ്ങിയ എല്ലാ ആളുകളും അതിൽ വളരെ പ്രധാനപ്പെട്ട
ഉണ്ണീഷൻ പൊറ്റിയുടെമാരുള്ള 1-ാം പ്രതി എന്ന് പറയുന്ന തരത്തിലുള്ള ആളിലൊക്കെ സമയത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന കാരണം കൊണ്ട് 90 ദിവസം പുറത്തിറങ്ങുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് സമയത്ത് ഇത് സമർപ്പിക്കാൻ പറ്റാതെ പോയത്? അതായത് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ളൊരു സംഭവം, ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് നിലവിൽ വന്നൊരു ഒരു അന്വേഷണ സംഘം അവരെന്തുകൊണ്ട് ഉദ്ദിഷ്ട സമയത്ത് അത് കൊടുക്കുന്നില്ല? അപ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, അതിൽ പ്രധാനപ്പെട്ട 2-3 പേര്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പത്മകുമാർ അല്ലെങ്കിൽ ശ്രീ വാസു, അവരൊക്കെ CPM വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. അവരെ അന്വേഷണ വിധേയമായെങ്കിലും സസ്പെൻഡ് ചെയ്യാത്ത തരത്തിൽ CPM അവരെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞ അർത്ഥം ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ കേസിൽ നിന്ന് ഊരിപ്പോരും, അവരെ കോടതി കുറ്റക്കാരായിട്ട് വിധിക്കുകയില്ല എന്ന് അവർക്കൊരു ധാരണ ഉള്ളതുകൊണ്ടാണെന്നാണ് സാമാന്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റിപ്പോൾ ഇത്ര വലിയൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ സസ്പെൻഡ് ചെയ്യാം അന്വേഷണ വിധേയമായിട്ട്, കോടതി അവർ നിരപരാധികളാണെന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കുകയും ചെയ്യാം. അതല്ല ഉണ്ടായത്. ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ ഈ അന്വേഷണ സംഘം ചെയ്തത്. ഒന്നുകിൽ അറസ്റ്റ് ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ കോടതിയിൽ കൊടുത്ത സംഗതികളൊക്കെ തെറ്റാണ്. രണ്ടും കൂടി ശരിയാവില്ല. കാരണം ന്യായമായ തെളിവില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത്. ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, തന്ത്രിയെ പ്രത്യേകിച്ച് പാടില്ല. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസല്ലേ, ഇത്രയും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. അപ്പം അത് ശരിയായിരുന്നെങ്കിൽ കോടതിക്ക് ഈ തരത്തിൽ അത് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. അപ്പം തെളിവ് ഇല്ലാതെയാണോ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ കൊടുത്തത് എന്തുകൊണ്ടാണ് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുന്ന മട്ടിൽ എന്തുകൊണ്ട് തെളിവ് കൊടുത്തില്ല? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നത്, ഇത് സത്യസന്ധമായി നിഷ്പക്ഷമായി നിഷ്കളങ്കമായി ഒരു അന്വേഷണം നടക്കുകയല്ല, അതിലെന്തൊക്കെയോ തരത്തിലുള്ള ഗൂഢാലോചനകൾ അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ നടക്കുന്നുണ്ട്. മറ്റിപ്പോൾ 6 പേര് പുറത്തു വന്നപ്പോൾ അതിൽ 6 പേരും പുറത്തു വന്നത് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിലാണ്. ഈ പ്രതികളൊക്കെ വളരെ സ്വാധീനമുള്ളവരും വലിയ വ്യക്തിബന്ധങ്ങളുള്ളവരും സമൂഹത്തിൽ പലതരത്തിലുള്ള സ്ഥാനമാനങ്ങളുള്ളവരാണ്. അവർക്ക് തെളിവ് നശിപ്പിക്കാൻ എളുപ്പമാണ് എന്ന് ആർക്കറിയുന്നതിനേക്കാൾ മുമ്പേ ഈ SITക്ക് അറിയേണ്ടതാണ്. ആ തരത്തിലുള്ള ഉത്തരവാദിത്വം കാണിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളോടും നിയമവ്യവസ്ഥയോടും നീതിന്യായ പീഠത്തോടൊക്കെ കാണിക്കുന്ന വലിയ അന്യായമാണ്. തുടക്കത്തിൽ കോടതി ഇവരുടെ അന്വേഷണത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്നാണ്. അത് തീർച്ചയായിട്ടും ഈ കള്ളന്മാരെ ആരോ കട്ടല്ലോ, ആരോ നമുക്ക് അറിഞ്ഞൂടാ, ആരോ കട്ടു, ആ കള്ളന്മാരെ രക്ഷിക്കാനുള്ള പണി നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കാനാണ് ന്യായം. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അതായത് ഇപ്പോൾ കോടതി ഒരിക്കൽ കൂടി, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ കോടതി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു എന്താണ് തന്ത്രിയുടെ ജോലി. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരവും വീണ്ടും അത് കോടതി ആവർത്തിച്ചു പറയുന്നു. തന്ത്രി പൂജാകാര്യങ്ങൾ നോക്കുന്ന, പൂജകൾ ഉൾപ്പെടെയുള്ള താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചുമതലയുള്ളത്. അല്ലാതെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ, അതിൻ്റെ ഭരണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹൈറാർക്കി ദേവസ്വം ബോർഡിനകത്തുണ്ട്. അപ്പോൾ തന്ത്രി ഇതിനകത്ത് ഒരു കാരണവശാലും ഇതിൻ്റെ ഗൂഢാലോചനയിൽ ഭാഗമാകാൻ കഴിയില്ല എന്നാണ് ഈ ജാമ്യ ഉത്തരവിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുൽ, ഇപ്പോൾ ഒരു ലളിതോക്തിയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശബരിമലയിൽ എന്ത് സംഭവിക്കുമ്പോഴും അത് തന്ത്രി അറിഞ്ഞിരിക്കും. തന്ത്രി അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ല. ഏത് സംഭവങ്ങളുണ്ടായാലും തന്ത്രി അതിൻ്റെ കാഴ്ചക്കാരനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിവുള്ള ആളോ ആയിരിക്കും. അപ്പോൾ അവിടെ ശ്രീജിത്ത് പണിക്കർ പറയുന്നു, അങ്ങനെ ഈ നമ്മുടെ മൗനമോ അല്ലെങ്കിൽ നമ്മുടെ ഇടപെടലോ ഒരു പദവിയിലിരുന്ന് ചെയ്യേണ്ടതല്ലാത്ത സമയങ്ങളിൽ വിസിൽ ബ്ലോവർ എന്നാണ് പറയുന്നത്, അത് ചെയ്തില്ല എന്നുള്ളത് നിയമപരമായ ഒരു കുറ്റമായി കാണാൻ കഴിയില്ല എന്നാണ്. ഇതൊക്കെ നടന്നപ്പോഴും ഇതെല്ലാം മനസ്സിലാക്കി നിന്ന ഒരാളായിരുന്നു തന്ത്രി എന്ന് നമ്മൾ കരുതേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ SIT പറയുന്ന പോലെ തന്ത്രിക്ക് ഈ കുടുംബാംഗങ്ങൾക്കുമൊക്കെ വേറെ അക്കൗണ്ടുകളുണ്ട്, അതിൻ്റെയൊക്കെ രേഖകൾ ഞങ്ങൾ കൊണ്ടുവരാം, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളിലൊക്കെ അന്വേഷണം പോകാനുള്ള സാഹചര്യവും സാധ്യതയും ഇനിയും അവശേഷിക്കുന്നുണ്ടോ? ശ്രീ ഗോപീഷൻ, പെട്ടെന്ന് 2-3 പോയിന്റുകൾ. ആദ്യമായിട്ട് തന്നെ 24 ന്യൂസിനോടൊരു വലിയ നന്ദിയുണ്ട്. കാര്യം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടും നമ്മുടെ പല മാധ്യമങ്ങളും ഈ വിഷയങ്ങളിലേക്കടക്കം വിശദമായ ചർച്ചയും മറ്റും കൊണ്ടുപോകില്ല. 24 അതെടുത്ത് നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായി ഇത് അവതരിപ്പിച്ചതിന് വലിയൊരു നന്ദിയും സ്നേഹവും. അത് തന്ത്രി ബന്ധു ആയതുകൊണ്ടല്ല, അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ ഞങ്ങൾ തന്ത്രിയെ ദേവന്റെ പിതാവായി കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ തന്ത്രിയുടെ കുടുംബത്തോടൊക്കെ സംസാരിച്ചു. അവർക്കൊന്നും കണ്ണീര് തോർന്നൊരു ദിവസമില്ലായിരുന്നു. 40 ദിവസമാണ്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും പ്രമുഖനായ ക്ഷേത്രത്തിലെ തന്ത്രി
തന്ത്രിയെയും മറ്റും അറസ്റ്റ് ചെയ്യുന്നത്. അത് വിധിന്യായത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഒരു അമ്പലത്തിലെ തന്ത്രിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് പലരും സൂചിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ തന്ത്രിയുടെ കുടുംബാംഗങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ, യഥാർത്ഥത്തിൽ മെയിൻ കേസിൽ നിന്ന് ഫോക്കസ് ഡൈവേർട്ടായി പുള്ളിയെ കൊടുക്കാൻ നോക്കി. ഇതൊരു കാൽക്കുലേറ്റഡ് ഡിസ്ട്രാക്ഷൻ ആയിരുന്നു എന്ന് നമ്മൾ തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് മെയിൻ കേസ് ഇപ്പം കാരശ്ശേരി മാഷ് അടക്കം, തമ്പിസാർ അടക്കം, ശ്രീ ശ്രീത് പണിക്കരടക്കം അങ്ങടക്കം സൂചിപ്പിച്ച പ്രധാന കേസിൽ നിന്ന് ശ്രദ്ധ പോയി തന്ത്രിയെ കൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തു എന്നൊരു വിഷമം വന്നു. എത്രമാത്രം വേദനിച്ച ഇതാണ്. അതായത് പെട്ടെന്ന് രണ്ട് കാര്യം കൂടെ പറയാം. കേരളത്തിൽ, അതായത് നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം പരശുരാമൻ, മഹാബലിയുടെ കാലത്തിന് ശേഷം പരശുരാമൻ ഇന്ന് കാണുന്ന രീതിയിൽ കേരളത്തെ പുനഃക്രമീകരിക്കുകയും 2 തന്ത്രി കുടുംബങ്ങളെയാണ് കൊണ്ടുവരുന്നത്, താഴമണ്ണും തരവനെല്ലൂരും. അതിൽ ഏറ്റവും പ്രമുഖമായ തന്ത്രി കുടുംബങ്ങളിലൊന്നായ താഴമണ്ണിലെ ഇന്നത്തെ ഏറ്റവും ആചാര്യ സ്ഥാനത്തുള്ള പരമസാത്വികനായ കണ്ഠരര് രാജീവരെ പോലൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം വിശ്വാസികൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ വേദനിച്ചിട്ടുണ്ടെന്ന് അങ്ങേക്ക് അറിയാം. ഇനി അങ്ങയുടെ അറിവിന് വേണ്ടിയാണ് ഒരു കാര്യം കൂടി. ഇദ്ദേഹവും ഞാനുമായി പരസ്പരം പലപ്പോഴും തർക്കിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എടുക്കുന്ന മെത്തേഡ്സ് അഗ്രസീവ് ആണെന്നും കുറെ കൂടെ സാത്വികനാവണമെന്നും കുറച്ചുകൂടെ തണുക്കണമെന്നും ഒക്കെ പറഞ്ഞ് എന്നെ പലപ്പോഴും വിമർശിക്കാനും വഴക്ക് പറയാറുള്ളതുമാണ്. മുത്തശ്ശിയായ ദേവകി അന്തർജനത്തെ യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്ത വിഷയത്തിലൊക്കെ അദ്ദേഹത്തിന് എന്നോട് നീരസം ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശിയൊന്നും പ്രക്ഷോഭത്തിന് കൊണ്ടുപോകേണ്ടത്. പക്ഷേ അത്രയും സാത്വികനായ ഒരു മനുഷ്യനെ ഇനി ഒറ്റ കാര്യത്തിൽ അദ്ദേഹം കടുപ്പിച്ചൊരു നിലപാടെടുത്തുള്ളൂ. അത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശബരിമലയെ അങ്ങനെ യുവതികളെ കയറ്റണമെന്ന് കടുപ്പിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഇത് നടയടച്ചിട്ട് പോകുന്നു. അല്ലാതെ വേറൊരു തരത്തിലും ശക്തമായ പോലും പറയില്ല. കണ്ഠരര് മഹേശ്വർക്ക് ശേഷമുള്ള വളരെ സാത്വികനായി സംസാരിക്കുന്നതാണ് ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കുടുക്കി അറസ്റ്റ് ചെയ്തത് വളരെ മോശമായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് രാഷ്ട്രീയപരമായ ദുരുദ്ദേശങ്ങളായിരുന്നു എന്ന കാര്യത്തിന് സംശയമില്ല. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തന്ത്രിയാകട്ടെ, പള്ളിയിലച്ചനെ ആകട്ടെ, മൗലവിയാകട്ടെ, ഇവരെല്ലാം വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും അവരെ അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും അവരിലിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ചെയ്യരുത്. പെട്ടെന്ന് രണ്ട് കാര്യം കൂടെ പറയാം. എന്തൊക്കെ നിറം പിടിപ്പിച്ച കഥകൾ SIT നേരിട്ടും അല്ലാതെ ഈ തന്ത്രിയെ അപമാനിക്കണമെന്നുള്ളവർ പറഞ്ഞു. വാജിവാഹനത്തിന് 500 കോടി രൂപയാണ്. വാജിവാഹനത്തിന്റെ പേരിൽ കുറെ കഥകൾ ഇറക്കി. അതിനുശേഷം ഈ അക്കൗണ്ടിന്റെ പേരിൽ കുറെ കഥകൾ ഇറക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക. തന്ത്രിയുടെ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യമാണ്. ഇതിനെല്ലാം കൃത്യമായ രേഖകളും കാര്യങ്ങളും ഉള്ളതല്ലേ. ലോകത്ത് 1 ഡസനിലധികം രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട്. 100 കണക്കിന് അമ്പലങ്ങളുടെ തന്ത്രമാണ് കണ്ഠരര് രാജീവർക്ക്, കണ്ഠരര് ബ്രഹ്മദത്തന്, കണ്ഠരര് മഹേഷ് മോഹനർക്ക്, കണ്ഠരര് മോഹനർക്ക് അടക്കം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പണ്ട് കണ്ഠരര് മഹേശ്വർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ലെഗസി ഉള്ള ഒരു ഫാമിലിയെ ബോധപൂർവം കരിവാരി തേക്കാൻ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പെരുമാറി എന്നുള്ളതാണ് സത്യം. SITക്ക് ഇതുവരെ യാതൊരു കാര്യങ്ങളിലും മെറിറ്റോറിയസ് ആയിട്ടൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് ഏറ്റവും പ്രധാനം. യഥാർത്ഥത്തിൽ മെയിൻ കേസ് എന്തായി? ജൂലൈ 19, 20 ഇളക്കിയെടുത്ത സ്വർണ്ണപ്പാളികളിലെ സ്വർണം എവിടെ? ആ സ്വർണം എത്ര പോയി, എവിടെ പോയി, എങ്ങോട്ട് പോയി തുടങ്ങിയ ചോദ്യങ്ങൾ എല്ലാ ആൾക്കാരും മറക്കുകയും തന്ത്രിയെ കുടുക്കിയതിലൂടെ ചില രാഷ്ട്രീയ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുകയും ചെയ്തു. ഇനിയും ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിയിലെ 81-ാം പേജിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ തന്ത്രിക്ക് അനുകൂലമായി മറ്റൊരു കേസിൽ പോലും വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ശ്രീ ബദറുദ്ദീനെ കൂടെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ശ്രീ ബദറുദ്ദീൻ കൃത്യമായിട്ട് പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതം സിനിമയിലെ പാട്ട് ഹൈക്കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ബദറുദ്ദീനാണ് അത് എഴുതുന്നത്. അതാണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്. അതിലെന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അദ്വൈതം സിനിമയിൽ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗത്തുള്ള ചില ആൾക്കാരും അവരുടെ ആൾക്കാരും തന്ത്രിയെ കുടുക്കുകയും ദൗർഭാഗ്യകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാണത്. യഥാർത്ഥത്തിൽ അദ്വൈതം സിനിമയിൽ തന്ത്രിയെ കുടുക്കിയതുപോലെ യഥാർത്ഥത്തിൽ ശബരിമലയിൽ തന്ത്രിയെ കുടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതിന്റെ പേരിൽ കള്ളക്കഥകൾ അടക്കം എടുത്ത് അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഒക്കെയാണ് ഇത് പ്രയോഗിക്കുന്നത് കണ്ടത്. അവരുടെ ആ കുടുംബത്തിനൊക്കെ ഏറ്റ വേദനയ്ക്ക് വിശ്വാസി എന്ന രീതിയിൽ നമുക്ക് ക്ഷമയും മാപ്പും അല്ലെങ്കിൽ വേദനയിൽ പങ്കിടാനല്ലാതെ എന്താ ചെയ്യാൻ കഴിയുക? എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയെങ്കിലും ഗവൺമെന്റിനോടുള്ള അഭ്യർത്ഥന, ഇതിനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യരുത്. അത് അജയ് തറയിൽ സാറിനോടാണെങ്കിലും ചെയ്യരുത്, കടകംപള്ളി സുരേന്ദ്രൻജിയോടാണെങ്കിലും ചെയ്യരുത്. ഒരു വരി കൂടെ പറഞ്ഞു നിർത്താം. തന്ത്രി കട്ടപ്പയൊന്നും അല്ലല്ലോ. ഈ മാഹിഷ്മതിയിലെ ഇല പോലും കട്ടപ്പ അറിയാതെ ഇളകൂലെന്ന് പറയാൻ തന്ത്രി മാഹിഷ്മതിയിലെ എന്താ പറയുക കട്ടപ്പയൊന്നും അല്ലല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ ഒരു കാര്യത്തിന് തന്ത്രിക്ക് വേണമെങ്കിൽ ഒരു വീഴ്ച പറ്റിയെന്ന് പറയാം. 2025 ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കാണാൻ തന്ത്രിക്കായില്ല. തന്ത്രിക്ക് അത്രയും ദീർഘദൃഷ്ടിയുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 6 വർഷത്തിന് ശേഷം ഹൈക്കോടതി കണ്ടെത്തിയ സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ദേവസ്വം ബോർഡിനെ കായികമായി തടഞ്ഞില്ല എന്നുള്ളതൊരു പരാജയമാണെങ്കിൽ അത് തന്ത്രിയുടെ പരാജയമായിട്ട് ഞാൻ വ്യംഗ്യാത്മകമായിട്ടാണ് പറയുന്നത്. ശരി,
ശരി രാഹുൽ ഈശ്വർ, കാരണം എങ്ങനെ അറിയാനാ ശ്രീ ഗോപീഷ്ണൻ, എന്ത് അറിയാനാണ്? അല്ല, ഒരു സെക്കൻഡ് എടുത്തോട്ടെ. അതായത് ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടു കൂടി ദേവസ്വം ബോർഡ് പറഞ്ഞ് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കി എടുത്തോണ്ട് പോയതിനു ശേഷം ഒരാൾ അതിൽ നിന്ന് സ്വർണം കട്ടെടുക്കുകയാണെങ്കിൽ ശബരിമലയിലുള്ള തന്ത്രിക്ക് ഇത് എങ്ങനെ അറിയും? നോക്കുമ്പോ സ്വർണത്തിന് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോ അറിയാൻ പറ്റുമോ? തന്ത്രിയാണോ ഇതൊക്കെ മെഷർ ചെയ്ത് നോക്കുന്നത്? തന്ത്രിക്ക് സ്വർണ്ണപ്പണിയാണോ ജോലി? അപ്പോൾ തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് അസന്നിഗ്ധമായി 100% തെളിഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതൽ ട്രയലും കേസും ഒക്കെ വരും, സംശയമൊന്നുമില്ല. തന്ത്രി അതിൽ 100% നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടും. തന്ത്രിയെ കുടുക്കിയത് CPM ഗവൺമെന്റ് ആണ്, ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ യുവതി പ്രവേശത്തിന് ക്ഷമ പറഞ്ഞതുപോലെ അതിനും ക്ഷമ പറയേണ്ടി വരും. എഴുതി വെച്ചോളൂ സ്വാമി ശരണം. പ്രിയദർശൻ തമ്പി സർ, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകളും അഭിപ്രായപ്പെട്ട ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ, കോടതിയുടെ സൂപ്പർവിഷനിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യത്തെ പോക്കൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ കേസ് അന്വേഷണത്തിൻ്റെ ഗതി അത് പല തരത്തിലുമുള്ള സ്വാധീനങ്ങൾക്ക് വഴിപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞത് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതെങ്കിൽ പോലും അന്വേഷിക്കുന്നത് കേരള പോലീസാണ് എന്നത് ഇതിൻ്റെ നിഷ്പക്ഷതയെ സംശയിക്കുന്നത് ഇടവരുത്തുന്നു എന്നാണ്. ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞു മറ്റ് 5 പേർക്കും കിട്ടിയിരിക്കുന്ന ജാമ്യം പോലെയല്ല തന്ത്രി കണ്ഠരര് രാജീവൻ, മറ്റതൊക്കെ സ്വാഭാവിക ജാമ്യമാണെങ്കിൽ ഇത് തന്ത്രിക്ക് ജാമ്യം കൊടുത്തതിന് ചില കൃത്യമായ കാരണങ്ങൾ കോടതി ജാമ്യ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെ ഇത് മറ്റ് ജാമ്യത്തെ പോലെ പരിഗണിക്കേണ്ടതല്ല എന്ന്. ഇത് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റ ഒരു കളങ്കമാണോ, ആ വിശ്വാസ്യതയ്ക്ക് ഏറ്റ ഒരു ക്ഷതമാണോ ഈ ഉത്തരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിനെ 2 തലത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട കാരണം, ഞാനൊരു അഭിഭാഷകനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിലാണ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. കാരണം അന്വേഷണത്തിൽ ചാർജ് ഷീറ്റ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രതികൾ രക്ഷപ്പെടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ഈ കേസിനെ മോണിറ്റർ ചെയ്യുന്ന കേരള ഹൈക്കോടതിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജും മറ്റൊരു ജഡ്ജും അടങ്ങിയ ദേവസ്വം ബെഞ്ച്, ആ ദേവസ്വം ബെഞ്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ്, നിയന്ത്രണത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. ആ ദേവസ്വം ബെഞ്ച് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. CBI അന്വേഷണം വേണം എന്നുള്ള ഒരു മറുവാദത്തെയും അഡ്രസ്സ് ചെയ്തു. അന്ന് ആ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഹർജിക്കാരായ ഒരു ബാച്ച് ഓഫ് പെറ്റീഷൻസ് ഈ കേസ് CBIക്ക് വേണം എന്നുള്ള അതിൻ്റെ പ്രാഥമികമായ വാദം കേട്ട അവസരത്തിൽ തന്നെ കേരളത്തിൽ BJP അന്വേഷിച്ച എത്ര കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര കേസുകൾ വിജയകരമായി അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ള മറുചോദ്യമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ ഈ അന്വേഷണം നമുക്കറിയാമല്ലോ, ഈ കേരള പോലീസ് അന്വേഷിക്കുന്ന എല്ലാ കേസുകളും ശരിയല്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം നമുക്കറിയാം ഭരണഘടനയുടെ ലിസ്റ്റിൽ തന്നെ കേരളത്തിൽ ഒരു കേസുണ്ടായാൽ അത് അന്വേഷിക്കേണ്ടത് കേരള പോലീസ് തന്നെയാണ്. കാരണം എല്ലാ കേസുകളും മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ കഴിയില്ല. കേരളത്തിൽ ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈം അന്വേഷിക്കേണ്ടത് കേരള പോലീസാണ്. അങ്ങനെ മറ്റൊരു CBI അല്ലെങ്കിൽ CBI പോലൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെങ്കിൽ കേരള പോലീസ് തന്നെ ആവശ്യപ്പെടണം ഈ കേസ് CBI അന്വേഷിക്കണം. അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ കോടതികൾ അത്തരത്തിൽ അന്വേഷണത്തിൽ മാലഫൈഡ്സ് ഉണ്ട്, അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് കോടതിക്ക് ഇടപെടാൻ കഴിയും. പല കൊലക്കേസുകളിലും അത്തരത്തിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ CBIക്ക് കിട്ടിയ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് CBI തന്നെ അന്വേഷിച്ചാലേ കേസ് തെളിയിക്കപ്പെടൂ എന്നൊന്നുമില്ല. ചില കേസുകൾക്കിൻ്റെ റാംബിഫിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ടും CBI അന്വേഷിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ കേസിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്നാൽ പോലും ഈ നമ്മുടെ ആളുകൾ സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ഈ കേസിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഞാനതൊന്നും ചെറുതായി കാണുന്നില്ല. കാരണം ഇത് ശബരിമല പോലെയുള്ള ലോകമെമ്പാടുമുള്ള ആളുകളുടെ വലിയൊരു വിശ്വാസ കേന്ദ്രമാണ്. ആ വിശ്വാസ കേന്ദ്രത്തിൽ വിശ്വാസികൾ വിശ്വാസപൂർവ്വം അർപ്പിക്കുന്ന അവരുടെ ഭക്തർ അർപ്പിക്കുന്ന കാണിക്ക ദ്രവ്യങ്ങളിലാണ് മോഷണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണ് മോഷണം ചെയ്തിരിക്കുന്നതെന്ന് ഇന്ന് ആരോപിക്കപ്പെട്ടവർ, അതിൻ്റെ ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളുള്ളവർ, അവരെ നമ്മളെ ഒരാളിനെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട പ്രവണത, അത് വളരെ ഗൗരവമായ കാര്യമാണ്. ഗൗരവമുള്ളതാണ്. പക്ഷേ തമ്പി സാർ, എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്ത ജയിലിൽ അകപ്പെട്ടവരുടെ കാര്യത്തിൽ പോലും മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തത്?
അല്ല, അത് ഇപ്പോൾ ഹൈക്കോടതി മുമ്പാകെ ലാസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ പോലും ഹൈക്കോടതി മുമ്പാകെ നമുക്കറിയില്ല അതിൻ്റെ കാരണങ്ങൾ. കാരണം സീൽ വെച്ച കവറിൽ ഇത് സംബന്ധിച്ചുള്ള അങ്ങിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ കേസിൻ്റെ അന്വേഷണത്തിൽ ഡീഫാൾട്ട് ബെയിൽ, കാരണം ബെയിൽ എന്നൊക്കെ പറയുന്നത് എത്ര കഴിഞ്ഞാലും കൊടുത്തേ പറ്റൂ. ഇതുപോലുള്ള കേസുകളിലൊക്കെ എല്ലാ കാലത്തും വിചാരണ തീരുന്നവരെ ഒന്നും ഒരു പ്രതി അണ്ടർ ട്രയൽ പ്രസിഡന്റ് ഇടാൻ കഴിയില്ല. ഇപ്പോൾ ഡീഫാൾട്ട് ബെയിൽ കിട്ടി എന്നുള്ളത് വേറെ കാര്യം. അതല്ലെങ്കിൽ പോലും ഈ കേസിൽ ഈ സീൽ വെച്ച കവറിൽ കൊടുത്ത രേഖയിൽ SIT പറഞ്ഞിട്ടുള്ളത് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കാനുള്ള കാരണം അവർ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അത്തരത്തിലുള്ള നിരീക്ഷണത്തിലെത്തിയതും. എന്നാൽ തന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജിലൻസ് കോടതിയുടെ ഇത് വളരെ സുപ്രധാനമാണ്. കാരണം അത് മറ്റ് പ്രതികളെല്ലാം തന്നെ വിജിലൻസ് കോടതി മുമ്പാകെ 1ഉം 2ഉം പത്മകുമാർ ആണെങ്കിലും ശരി, മുരാരി ബാബു ആണെങ്കിലും ശരി, വാസു ആണെങ്കിലും ശരി, 1ഉം 2ഉം 3ഉം പ്രാവശ്യം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആ ബെയിൽ ആപ്ലിക്കേഷൻ എല്ലാം മെറിറ്റിൽ കേട്ടതിന് ശേഷം ദർ ഇസ് പ്രൈമാ ഫേസി എവിഡൻസ്. അവരെയെല്ലാം ഈ കേസിൽ തെളിയിക്കാൻ കണക്ട് ചെയ്യാൻ പ്രൈമാ ഫേസി എവിഡൻസ് ഉണ്ട് എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി. ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ബെയിൽ ആപ്ലിക്കേഷൻ മെറിറ്റിൽ തള്ളിയതാണ്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം അതേ കോടതി തന്നെ, അതേ വിജിലൻസ് കോടതി തന്നെ, അതായത് ഹൈക്കോടതിയുമല്ല സുപ്രീം കോടതിയുമല്ല, മറ്റു പ്രതികൾ സുപ്രീം കോടതി വരെ പോയിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയ ഒരു കേസാണ്. ഭഗവാന്റെ മുതൽ കട്ടവർ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തന്നെ പ്രൈമാ ഫേസി ഈ കേസിലെ പല പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയ അവസരത്തിൽ തന്നെ ഏറ്റവും അടിസ്ഥാന കോടതിയായ വിജിലൻസ് കോടതി തന്നെ, ഈ കേസിൻ്റെ വിചാരണ കോടതി തന്നെ ഈ കേസിൽ തന്ത്രിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക നിലപാടെടുക്കുകയും ആ കേസിൽ അദ്ദേഹത്തിൻ്റെ എവിഡൻസ് പരിശോധിച്ചതിന് ശേഷം ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞത് വളരെ ഗൗരവകരമായ കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ ആ തെളിവുകൾ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു SIT-യുടെ ഒരു കുറ്റപത്രവുമായി പോലീസ്, നമുക്കറിയാം ഈ അറ്റൻഡിങ് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ആണ് ഒരു ക്രിമിനൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ഒക്കാറിയസ് ലയബിലിറ്റി ഒന്നും ക്രിമിനൽ കേസിൽ ആപ്ലിക്കബിൾ അല്ല. ഈ പറയുന്ന പോലെ ചില ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ചില തിയറീസ്, അതൊക്കെ ഒരു പൊതുവായി നമുക്ക് പറയാം. പക്ഷേ ഈ കേസിൽ പ്രധാനമായും SIT ഉദ്ദേശിച്ചത് ഈ കേസിലെ പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ പ്രൈം അക്യൂസ്ഡിനെ ഇദ്ദേഹവുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം ഈ പ്രൈം അക്യൂസ്ഡിനെ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഈ പ്രൈം അക്യൂസ്ഡിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിനും കൂടെ പങ്ക് കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു എവിഡൻസാണ്. അങ്ങനെ ഒരു കണക്റ്റിംഗ് ലിങ്ക് കൊണ്ടുവരാൻ അവർക്ക് പരാജയപ്പെട്ടു. ഒരു തെളിവും അത്തരത്തിൽ ഹാജരാക്കാൻ അത് മാത്രമല്ലല്ലോ. അതായത് ഇതിനകത്ത് ഈ മുഴുവൻ സംഭവങ്ങളും നടക്കാൻ കാരണം ഈ അനുജ്ഞ നൽകിയതാണ്. മഹസറിൽ ഒപ്പിടാത്തത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ താങ്കൾ പറഞ്ഞതുപോലെ പോറ്റിയുമായിട്ടുള്ള അടുത്ത ബന്ധം, പോറ്റിയെ മലയിലേക്ക് കൊണ്ടുവന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കോടതി പറയുന്നു ഇതൊന്നും അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് തന്ത്രി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഭാഗമാക്കായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസുകളാകുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് SIT അന്വേഷിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ആരോപിക്കുന്നതാണെങ്കിൽ പോലും അതൊന്നും പ്രൈമാ ഫേസി പോലും നമുക്ക് ഒറ്റ പ്രൈമാ ഫേസി നിലനിൽക്കുന്നതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ അനിഷ്ട കൊടുത്തു, ഭഗവാന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രോസിക്യൂഷൻ ആരോപിക്കാം. പ്രോസിക്യൂഷൻ എന്ത് ആരോപണങ്ങൾ പോലും ഉന്നയിക്കാം, പക്ഷെ നിലനിൽക്കില്ല. പക്ഷേ ഈ അവസാനം പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ സൂചിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വേണമെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു അലിഗേഷൻ, ആ അലിഗേഷൻ പോലും അനുജ്ഞയുടെ കാര്യമൊക്കെ ഈ കേസിൽ വളരെ സാങ്കത്യമുള്ളതായി മാറുന്നത് ആ ഒരു ഒറ്റ തീരുമാനത്തിന്റെ പുറത്താണ്. പിന്നീട് ബാക്കി ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് സ്ഥാപിക്കാനായിരുന്നു SIT ശ്രമിച്ചത്, പ്രോസിക്യൂഷൻ ശ്രമിച്ചത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അവിടെയാണ് കോടതി പറഞ്ഞത് ഇതിലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഒരു ഹയറാർക്കി തന്നെ അവിടെ ബോർഡിലുണ്ട്. അല്ലാതെ പൂജാകർമ്മങ്ങൾക്കും മറ്റ് അനുഷ്ഠാന കാര്യങ്ങളിലും താന്ത്രിക കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടുന്ന തന്ത്രിയുടെ തലയിൽ കെട്ടിവെച്ചല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടുകൂടിയല്ലേ തമ്പി സാർ? തീർച്ചയായിട്ടും. അതായത് ഈ രണ്ടായിട്ട് നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ രണ്ടായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും ഭരണപരമായ വിങ്ങും അതുപോലെ പൂജാപരമായ ആചാരങ്ങളും എല്ലാം രണ്ട് സെപ്പറേറ്റ് വിങ്ങാണ്. അതെല്ലാം നമുക്കറിയാം. പക്ഷേ സ്വാഭാവികമായും ഒരു പ്രതിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ പല കേസുകളിലും പോലീസ് തെളിവുകൾ ഉണ്ടാക്കാം, പല കേസുകളിൽ അവർക്ക് തെളിവുകൾ കൊണ്ടുവരും. പക്ഷേ ഈ കേസിൽ തെളിവുകൾ ഉണ്ടാക്കാനോ തെളിവുകൾ കൊണ്ടുവരാനോ ഒന്നും കഴിഞ്ഞില്ല
എന്നാണ് നമ്മൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ വിചാരണ കോടതി തന്നെ, സുപ്രീം കോടതി പോലും കോയക്യൂസ്ഡിൻ്റെ ജാമ്യം തള്ളിയ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിലെ അതേ കേസിലെ തന്നെ കോയക്യൂസ്ഡിന് സുപ്രീം കോടതി പോലും ജാമ്യം തള്ളിയ ഒരു കേസിൽ, ആ കേസിലെ തന്നെ ഒരു പ്രതിക്ക് പ്രോസിക്യൂഷൻ ശക്തമായി ജാമ്യാതി ഹർജിയെ എതിർത്തിട്ട് പോലും, വളരെ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ട് പോലും 41 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രതിക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ തന്ത്രിക്ക് ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിൽ കോടതിക്ക് അത് പ്രൈമ ഫെസി യാതൊരു മെറ്റീരിയൽസും അദ്ദേഹത്തെ കണക്ട് ചെയ്യാനില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നൽകിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ശ്രീജിത്ത് പണിക്കർ, താങ്കളുടെ ഒരു മറുപടി എന്താകും SIT അന്വേഷണത്തിന്റെ ഭാവി? അല്ല, SIT അന്വേഷണം ഡീറെയിൽഡ് ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീ പ്രിയദർശൻ തമ്പി ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചർച്ചയിൽ പലതരത്തിലുള്ള തിയറീസ് പറയപ്പെട്ടു, അതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല എന്നാണ്. സത്യത്തിൽ തിയറീസ് ഒക്കെ മെനഞ്ഞിരിക്കുന്നത് SIT അല്ലേ? തന്ത്രി ആചാരലംഘനം നടത്തിയെന്ന് സർക്കാർ കടലാസിൽ എഴുതി വെച്ചത് യാതൊരു അധികാരവുമില്ലാതെ SIT ആണ്. മൗനാനുവാദം കൊടുത്തു എന്നുള്ള ഒരു തിയറി അവതരിപ്പിച്ചത് SIT ആണ്. ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു തിയറി അവതരിപ്പിച്ചത് SIT ആണ്. പോറ്റിയെ കയറ്റിയത് അദ്ദേഹമാണ് എന്ന് പറഞ്ഞത് SIT ആണ്. 41 ദിവസം കയ്യിൽ കെട്ടിയതിനു ശേഷവും അത് തെളിയിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു SITക്ക് ഹൈക്കോടതിയുടെ ക്ലീൻ ചിറ്റ് ഉണ്ട് എന്ന്. SITക്ക് ഹൈക്കോടതിയുടെ ഒരു 2 അംഗ ബെഞ്ചിന്റെ ക്ലീൻ ചിറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ അല്ലാത്ത ഒരു ഏകാംഗ ബെഞ്ചുണ്ട്. അതെന്താ മിണ്ടാത്തത്? ഡിസംബർ 5 ശേഷം മെല്ലെപ്പോക്കാണ് എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് മകൻ DIG ആയതുകൊണ്ടാണോ എന്ന് 2 തവണ ചോദിച്ചത് ഇതേ ഹൈക്കോടതിയാണ്. ശങ്കർദാസിന്റെ അസുഖം എന്തായിരുന്നു എന്ന് ചോദിച്ചത് ഹൈക്കോടതിയാണ്. അതേക്കുറിച്ച് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി തനിക്ക് കൊണ്ടുതരണം എന്ന് പറഞ്ഞത് ഹൈക്കോടതിയാണ്. 2 എസ്കത്തികളുണ്ട്. താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ. തൊണ്ടിയല്ലാത്ത സ്വർണം 2 പേരിൽ നിന്ന് സ്വീകരിച്ചത് എന്തിന്? അതിന് മറുപടിയില്ല. 2019 കട്ടള കേസുമായോ ദ്വാരപാലക കേസുമായോ ബന്ധമില്ലാത്ത 2017 വാജിവാഹനം എന്തിനാ കസ്റ്റഡിയിലെടുത്തത്? ഏത് കേസിലാണ് അത് കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതിനെ പറ്റി ശ്രീ തമ്പിക്ക് പറയാൻ കഴിയുമോ? അപ്പൊ ഇതിന് ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. SIT പറയുന്നത്, ശ്രീ പ്രിയദർശൻ തമ്പി പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത് SITക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ട്, പക്ഷെ SITയുടെ അന്വേഷണം തെറ്റായ വഴിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. അത് പരസ്പര വിരുദ്ധമല്ലേ? ഇതേപോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം SIT ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. തന്ത്രി ദേവസ്വം ബോർഡിന്റെ സബോർഡിനേറ്റ് സ്റ്റാഫാണ് എന്നുള്ളതാണ് SITയുടെ വാദം. എന്ന് വെച്ചാൽ ഭരണസമിതിക്ക് താഴെയാണ്, ഭരണസമിതിയുടെ തീരുമാനങ്ങൾക്ക് വിധേയമാണ് തന്ത്രി എന്നാണ്. പക്ഷെ അതേ SIT പറയുകയാണ് ഭരണസമിതി എടുക്കുന്ന തീരുമാനത്തിന് മുകളിൽ സൂപ്പർവൈസറി പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇടപെടണമായിരുന്നു എന്ന്. അത് കോൺട്രഡിക്ടറി അല്ലേ? പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ 2 വാദങ്ങൾ എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കുക? ഒരിടത്ത് അദ്ദേഹം സബോർഡിനേറ്റ് ആണ്, പക്ഷെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം സൂപ്പർവൈസറി പവർ ഉപയോഗിക്കണം എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഇവിടെ നടന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയാം. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അപമാനിച്ചു, അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്ത കൊടുപ്പിച്ച് അപമാനിച്ചു, അദ്ദേഹത്തിന് ആചാരപരമായിട്ട് ദേവസ്വം ബോർഡ് അധികൃതർ ഭക്തസമക്ഷം കൈമാറിയ വാജിവാഹനം റെയ്ഡ് ചെയ്ത് അതിനൊരു കേസ് പോലും ഇല്ലാതെ അത് അദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് എന്ന് പ്രതീതി ജനിപ്പിച്ച് അപമാനിച്ചു. 41 ദിവസം അകത്തിട്ടതിന് ശേഷവും ഒരു തരത്തിലുള്ള തെളിവുമില്ല. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പോലും തെളിയിക്കാൻ പറ്റിയില്ല. ഗൂഢാലോചന എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം ഉണ്ടായതിനു ശേഷം മീറ്റിംഗ് ഓഫ് മൈൻഡ്സിന്റെ ഒരു കയോട്ട ഓഫ് എവിഡൻസ് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ കവറിങ്സ് എന്നൊരു വാക്ക് കോടതി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ശ്രീ ഗോപികൃഷ്ണൻ, അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഒരു തന്ത്രിയോട് ചോദിച്ചാൽ നമുക്കറിയാം, ബിംബം, പീഠം, പ്രാസാദം എന്നിങ്ങനെ 3 കാര്യങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് തന്ത്രിക്ക് ഇടപെടേണ്ടത്. അതായത് പ്രതിഷ്ഠ, അത് ഉറപ്പിച്ചിരിക്കുന്ന പീഠം, ശ്രീകോവിൽ. അലങ്കാരങ്ങളുടെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അദ്ദേഹം ഇടപെടേണ്ട വിഷയമല്ല. കട്ടിള എന്ന് പറയുന്നത് പ്രാസാദത്തിന്റെ ഭാഗമാണ്, അദ്ദേഹം ഇടപെടണം. ശിലാനിർമ്മിതമായിട്ടുള്ള ദ്വാരപാലകർ പ്രാസാദത്തിന്റെ ഭാഗമാണ്, അദ്ദേഹം ഇടപെടണം. പക്ഷെ അതിന് പുറമെയുള്ള പാളികൾ എന്ന് പറയുന്നത് അലങ്കാരമാണ്. അലങ്കാരത്തിന്റെ കോടതി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട് 3 വാക്കുകൾ: റിപ്പയർ ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, അപ്കീപ്പ് ഉണ്ട്. ഇത് 3ഉം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. കാരണം അഡ്മിനിസ്ട്രേറ്ററി വർക്കാണത്. അഡ്മിനിസ്ട്രേറ്ററി വർക്കിൽ തന്ത്രിക്ക് ഒരു പങ്കുമില്ല. അത് കോടതി വളരെ വ്യക്തമായിട്ട് ആ ഭാഗങ്ങൾ പറയുന്നുണ്ട്. ശ്രീജിത്ത്, ഞാൻ ഇടപെടുകയാണ്. കാരശ്ശേരി മാഷേ, താങ്കളുടെ ഭാഗം കൂടി. ഗോപികൃഷ്ണൻ, ഇത് തീർച്ചയായിട്ടും ഇത് അടിസ്ഥാനപരമായ ഒരു കളവ് കേസാണ്. ആ കളവ് കേസിലെ പ്രതികൾ രക്ഷപ്പെടുന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞു. അവർക്ക് തെളിവ് നശിപ്പിക്കാൻ എല്ലാ സൗകര്യവും സാവകാശവും കിട്ടും എന്ന് ഭയപ്പെടുന്ന അനേക ലക്ഷം മലയാളികളിൽ ഒരാളാണ് ഞാൻ. ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം SITയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാനാണ് ന്യായം കാണുന്നത്. ശരി, ഏതായാലും നീതിപൂർവവും നിഷ്പക്ഷവുമായുള്ള അന്വേഷണം മാത്രമല്ല SITയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വർണം കട്ടവരാരാണെന്നും കട്ട സ്വർണം എവിടെ പോയി എന്നതിനുമുള്ള ഉത്തരമാണ്. അതെപ്പോൾ കിട്ടും, എപ്പോഴാണ് അതിൻ്റെ
വിവരങ്ങൾ പുറത്തു വരുന്നത്, യഥാർത്ഥ കള്ളൻ ആരാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എപ്പോഴായിരിക്കും? അതിന് കഴിയുമോ SITക്ക് എന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.